എൻ്റെ പേര് ഡെൽന ജോസ്. ഞാൻ ഇടുക്കി ജില്ലയിലെ വാഴവര സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 16/11/2025 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഓസ്ട്രേലിയക്ക് പോകാനുള്ള PT എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമേ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാം, PT എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇൻഡിവിജ്വൽ ഏകദേശം ഓവറോളും 66 വേണം. അപ്പം ഞാൻ റീഡിങ്ങിന് എനിക്ക് സ്ഥിരമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ്ങിന് പോയി. രണ്ടാമതും അതുപോലെ ഞാൻ എഴുതിയപ്പം സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്തെങ്കിലും മാനുഫാക്ചറായിട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അന്ന് ഞാൻ എറണാകുളത്താണ് എക്സാം എഴുതിയത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10 പേരുടെ സിസ്റ്റം ഓഫ് ആവുകയും അങ്ങനെ എക്സാം അവിടെ ക്യാൻസൽ ആവുകയും ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മദനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്താ മാധവ് എനിക്ക് എക്സാം പാസ്സാവാത്തേ, എന്തുകൊണ്ട് ഇങ്ങനെ ക്യാൻസലായി പോയേ എന്നൊക്കെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കുറച്ച് കഴിയുമ്പം വീണ്ടും ഞാൻ ഡേറ്റ് എടുത്തു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് 4 എന്നുള്ള നമ്പറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് വീണ്ടും എഴുതാൻ പോയപ്പോൾ എനിക്ക് 8 എന്നുള്ള നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു, എഴുതി പാസ്സാവുമെന്ന് വിചാരിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് റീഡിങ്ങിന് വീണ്ടും 1 മാർക്കിന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ ഇരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു, മാതാവ് കൈവിരിച്ച് നിൽക്കുന്നു. മാതാവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ണീശോയും റൈറ്റ് സൈഡിൽ വേളാങ്കണ്ണി മാതാവും ഉണ്ണീശോയും. അപ്പം ഞാൻ ഉടമ്പടി എടുക്കണ്ട, അമ്മേനെ കൊണ്ട് എടുപ്പിക്കാം, ഞാൻ എടുത്താൽ ശരിയാവില്ല എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ഉടമ്പടി എടുക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. സാധാരണ എവിടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ½ ആൻ അവറിനുള്ളിൽ ശ്രദ്ധയൊക്കെ പോവും. പക്ഷേ ഇവിടെ 2.5 മണിക്കൂറുണ്ടായിരുന്ന ക്ലാസ് എൻ്റെ ശ്രദ്ധ ഒട്ടും പോയില്ല. അത്രയും നേരം കംപ്ലീറ്റ് ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പം മാതാവിൻ്റെ പ്രദക്ഷിണം ഉണ്ടായിരുന്നു, മാതാവിനെ വഹിച്ചുകൊണ്ട്. അപ്പോൾ വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ആൾക്കാരുടെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുറകിലായിട്ടാണ് നിന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് മാതാവിനൊന്നും കിട്ടില്ലായിരിക്കും, എന്നെക്കാൾ അർഹരായിട്ടുള്ളവർ ഇവിടെ ഉണ്ട്, അപ്പോൾ അവർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പം ടോക്കൺ കൊടുക്കുന്ന ചേച്ചി കുറച്ച് പേർക്ക് 2 പേർക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ ഒരു ടോക്കൺ കൊടുക്കാൻ തുടങ്ങി, നേരെ അത് എൻ്റെ നേരെ നീട്ടി. അപ്പം ഞാനത് വാങ്ങിച്ച് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് അന്ന് മാതാവിനെ കിട്ടി. അപ്പോൾ അത് നേരമ്പം എനിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ ചോദിച്ചു, മാതാവേ ഞാൻ ഇനി അർഹയാണോ, എനിക്ക് മാതാവിനെ പിടിക്കാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നാലും ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 16-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 21-ാം തീയതി ബാംഗ്ലൂരായിരുന്നു എനിക്ക് എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തത്. അപ്പോൾ 21-ാം തീയതി ഞാൻ പോയപ്പോൾ വിശുദ്ധ തൈലം ഞാൻ തേച്ചു. പിന്നെ ഉപ്പ് അവിടെ വേറെ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ആരും ചോട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ മാലയിൽ ഇട്ടുകൊണ്ടാണ് പോയത്. സാധാരണ ചെക്കിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ ഒരു മാല മാറ്റണം, അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരൊന്നും പറഞ്ഞില്ല. എക്സാം എഴുതി. അന്നും എനിക്ക് 8-ാമത്തെ നമ്പർ തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് തരും. അപ്പോൾ ഞാനങ്ങനെ എക്സാം എഴുതി തിരിച്ച് ഞാൻ 22-ാം തീയതി വീട്ടിൽ വന്നു. അന്ന് തന്നെ രാത്രിയിൽ എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക് കറക്റ്റ് മാർക്ക് മതി, 66 മാർക്കാണ് വേണ്ടത്, അപ്പോൾ എനിക്ക് കറക്റ്റ് മാർക്ക് മതി. പക്ഷേ റിസൾട്ട് വന്നപ്പം മാതാവ് എനിക്ക് 70 എബോവ്, എല്ലാത്തിനും ഇൻഡിവിജ്വലും ഓവറോൾ 70 എബോവ് തന്നു. പിന്നെ ഉണ്ടായത്, ഞാൻ അതുപോലെ റിസൾട്ട് വന്നിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ സീറ്റിന് വേണ്ടി വെച്ചപ്പം ആദ്യമേ അവരെനിക്ക് മെയിൽ വന്നു, എനിക്കിനി സീറ്റില്ല, എനിക്ക് അടുത്ത വർഷത്തേക്ക് ഇനി ഡെഫർ ചെയ്യണം, ഒരു കാരണവശാലും സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഓക്കെ ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് 2026 ഓസ്ട്രേലിയക്ക് പോകണം. അപ്പം മാതാവ് അത് സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുന്നില്ല, ഒരു നല്ല യൂണിവേഴ്സിറ്റി ഏതാണോ മാതാവ് എനിക്ക് നേടി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്കൊരു മെയിൽ വന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫർ ലെറ്ററായി. അങ്ങനെ ആ കാര്യം ഓക്കെ ആയി. വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ ലൈറ്റേക്കാനിൽ റിക്വസ്റ്റ് ഇട്ടായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വിസ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഒരാഴ്ച തികയുന്നതിന് തലേ ദിവസം എനിക്ക് വിസ വന്നു. ഞാൻ ഈ ഫെബ്രുവരി 19-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവാണ്. അതേപോലെ തന്നെ ഞാൻ ഈ 16-ാം തീയതി ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വിസ വരാൻ വേണ്ടി, പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വിസയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ചിന്തയ്ക്ക് എനിക്ക് ചെറിയ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, നിനക്ക് വല്ല സ്മെല്ലും മണം വരുന്നുണ്ടോ? അപ്പോൾ ഓൾറെഡി ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, മാതാവ് എല്ലാവർക്കും ഓരോ അടയാളമൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എന്ന് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അന്ന് എനിക്ക് കിട്ടി. ഞാൻ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ വന്നത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് അതിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതിൽ വെച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട്
ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് അവിടെയുള്ള അമ്മച്ചിമാരെ ശുശ്രൂഷ അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വഴിയരികിൽ സഹായം ചോദിക്കുന്നവർക്കെല്ലാം എൻ്റെ എനിക്കിപ്പം ഇൻകം ഒന്നും ഇല്ല, അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ വെച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും, പിന്നെ എല്ലാ ദിവസവും കൊന്തയില്ലും. എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കൊന്തയില്ലാറില്ല, ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കൊന്തയില്ലുന്നത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഇത്ര അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി. 94 സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ഡെല്ല ജോസ് എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകൾ നമ്മോട് പങ്കുവച്ചത്. എല്ലാം അസാധ്യമെന്ന് ചിന്തിച്ച് നെഗറ്റീവ് അടിക്കുന്ന ഒരു മകളായിരുന്നു ഇത്. എനിക്ക് ഉടമ്പടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും എടുത്ത്, വീട്ടിലുള്ളവരാരെങ്കിലും എടുത്ത് എനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ ഇങ്ങനെ ഒരു എളുപ്പത്തിൽ ക്രിയ ചെയ്യാം എന്ന് ആഗ്രഹിച്ച മകളാണിത്. ഡെല്ല തന്നെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അസാധ്യമെന്ന് തോന്നിയ എല്ലാ കാര്യങ്ങളും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുത്ത് പരീക്ഷയിലുള്ള പെട്ടെന്നുള്ള ജയം. 66 മാർക്കാണ് ചോദിച്ചത്, പക്ഷേ അമ്മ 70 എബവ് മാർക്ക് നൽകി മകളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ എന്നാൽ വളരെ ആശങ്കയോടെ കാത്തിരുന്ന ഓസ്ട്രേലിയൻ വിസ ഈ മകൾക്ക് പ്രാപിച്ചു കൊടുത്തുവെന്ന് മകളേറ്റു പറയുകയാണ്. നാം ഉടമ്പടി ചെയ്യുന്നത് ഈശോയോടാണ്. പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കറിയാം നമുക്ക് സാധിക്കാതെ വരുന്ന കാര്യങ്ങളാണ് നാം പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥമായി അപേക്ഷിക്കുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ ചെയ്തത് അതുതന്നെയാണ്. അവിടുത്തെ ആ വീട്ടുകാർക്ക് അസാധ്യമായിരുന്ന ഒരു സമയം അവരുടെ വീടിൻ്റെ വലിയൊരു അപമാനത്തെ അമ്മ നീക്കിക്കളയുകയായിരുന്നു. ഇതുപോലെ തന്നെ ഉടമ്പടിയെടുക്കുന്ന ഓരോ മക്കളുടെയും കണ്ണുനീരിനെയും സങ്കടങ്ങളെയും ആശങ്കകളെയും ആകുലതകളെയും എല്ലാം പരിശുദ്ധ അമ്മ നോക്കിക്കാണുന്നുണ്ട്. ഒരു അപമാനത്തിലേക്കും ഒരു വീഴ്ചയിലേക്കും നാം താണു പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയിൽ നാം വായിച്ചെടുക്കുന്ന ഒരു വലിയ സത്യം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായും ഉടൻ പരിഹാരം നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതിലൂടെ ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നാം യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. നമ്മുടെ അസാധ്യമായ എല്ലാ കാര്യങ്ങളും, ഒരു വെള്ളം വീഞ്ഞാവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. നാം ചിന്തിക്കുന്നത് പോലെ തന്നെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ നിയോഗത്തിൽ എഴുതുക. അത് നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഉടമ്പടിയുടെ ആസ്തി മൂലമാണ്. ഈശോ നമ്മോട് ചോദിക്കുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശവാസിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു. എപ്പോഴെല്ലാമാണോ നിങ്ങൾ ഈ എളിയവരിൽ നിങ്ങൾ ചെയ്തു കൊടുത്തത്, നിങ്ങൾ വസ്ത്രം കൊടുത്തതും നിങ്ങൾ ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തതും ഭക്ഷണം കൊടുത്തതും എല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ആസ്തി നമുക്ക് സ്വർഗത്തിലുണ്ടെങ്കിൽ നമ്മൾ നിത്യതയിലേക്കുള്ള യാത്രയിൽ നമുക്കൊരു ടിക്കറ്റ് ഉറപ്പായി, നമുക്കൊരു സീറ്റ് ഉറപ്പായി എന്നിട്ടെല്ലാം സ്വയം ജീവിതത്തിലൂടെ ഇപ്പോൾ ഒരു ജീവിതക്രമമായി അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ ഉടമ്പടി പുതുക്കിക്കൊണ്ടും എടുത്തുകൊണ്ടും പ്രാർത്ഥിക്കുന്ന വിസ പ്രോസസ്സിംഗ് തടസ്സമായിരിക്കുന്ന എല്ലാ മക്കളുടെയും, അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും പ്രവാസികളായി ജീവിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഡെൽനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.